കേരളത്തിലെ സാമൂഹിക ഉണർവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനാക്കം കൂട്ടിയ പ്രധാനപ്പെട്ട ചില പാട്ടുകളും ഗാനങ്ങളും അതുപോലെ തന്നെ കാവ്യശകലങ്ങളുമുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒന്ന് രണ്ട് ആൾക്കാർ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പനുമൊക്കെയാണ്. പക്ഷേ ഇവരുടെ ഗാനശകലങ്ങളല്ലാതെ കുറേ കൂടി കൺവെൻഷണൽ അല്ലാത്ത ചില പാട്ടുകൾ കേരളത്തിലെ സാമൂഹ്യ ഉണർവിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പാട്ടുകളാണ് വൈക്കം സത്യാഗ്രഹ ഗാനങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പാട്ടുകൾ. ഇവ എഴുതിയത് ആരാണ് എന്നതിനെക്കുറിച്ച് പല തർക്കങ്ങളുണ്ട്. പലതും അജ്ഞാത കർത്തൃകങ്ങളാണ്. പക്ഷേ ഇത് കമ്പൈൽ ചെയ്തത്, ഒരുമിച്ച് ചേർത്തത് പാണാവള്ളി കൃഷ്ണൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു വിപ്ലവകാരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹിയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം മുമ്പിലേക്ക് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങളെ വകഞ്ഞു മാറ്റുന്ന ചില പുതിയ വായനകൾക്ക് ഒരു പോസിബിലിറ്റി നൽകുന്ന പാട്ടുകളാണ് ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങൾ. ജാതി വിരുദ്ധത വളരെ വ്യക്തമായിട്ട് ഈ പാട്ടുകളിലൂടെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ദേശീയത വളരെ വ്യക്തമായിട്ട് ഈ പാട്ടുകൾ ദ്യോതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല ലെയറുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഉള്ളടക്കങ്ങളുള്ള പാട്ടുകളാണ് വൈക്കം സത്യാഗ്രഹ ഗാനങ്ങൾ. വൈക്കം സത്യാഗ്രഹം നടന്ന സമയത്ത് വളരെ ശക്തമായിട്ട് നിന്നിരുന്ന സത്യാഗ്രഹികളെ അവരെ ഊർജ്ജസ്വലരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ടുകൾ പൊതുവെ ഉപയോഗിക്കപ്പെട്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഘോഷയാത്രകൾ നടക്കുന്നുണ്ടായിരുന്നു, പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ 4 നടകളിൽ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഈ ഗാനങ്ങൾ ആലപിക്കപ്പെടുന്നുണ്ട്. പലപ്പോഴും സത്യാഗ്രഹികളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പോലീസും അതുപോലെ തന്നെ സവർണ മേധാവികളും അവരുടെ ഗുണ്ടകളും വരുന്ന സമയത്തും അവർക്കെതിരെ പ്രതികരിക്കാനായിട്ടുള്ള ഒരു ടൂളായിട്ടും ഒരു ആയുധമായിട്ടും ഈ പാട്ടുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പാടാൻ പോകുന്ന ഒരു ഭക്തിഗാനമാണ്, നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തീന്നെന്നെ കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഈ പാട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏകദേശം എല്ലാവർക്കും തന്നെ അറിവുള്ള ഒരു ഭക്തിഗാനമാണ്. അപ്പോൾ ഈ പാട്ടിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിലെ പല വാക്കുകളും അതിൻ്റെ ട്യൂണും കടമെടുത്തുകൊണ്ടുള്ള ഒരു പാട്ടാണ്. നരനായിങ്ങനെ ജനിച്ചു കേരള കരയിൽ തീണ്ടുള്ള നരകത്തിൽ, കര കാണാതെ വീണുഴലും ഞങ്ങളെ കരകേറ്റിയിടേണം ശിവശംഭോ. ഈ വാക്കുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആദ്യം ഞാൻ പാടിയ പാട്ട് അത് ശിവനോട്, ദൈവത്തോട് ഉള്ള ഒരു ആരാധനയെ ദ്യോതിപ്പിക്കുന്നത്. രണ്ടാമത്തേതും അതുപോലെ തന്നെയാണ്. പക്ഷേ അതിലെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നരകമായിട്ട് ചിത്രീകരിക്കുന്നത് കേരളക്കരയെയാണ്. കേരളക്കരയെ നരകമാക്കിയത് ഈ തീണ്ടലാണ്. ആ തീണ്ടലാണ് വൈക്കം സത്യാഗ്രഹവുമായിട്ട് വൈക്കത്ത് നടന്നിരുന്നത്. അതിനെതിരെ നടക്കുന്ന പോരാട്ടമാണ് വൈക്കം സത്യാഗ്രഹമെന്നും ഇങ്ങനെയുള്ള ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണം എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പാട്ടായിട്ട്, ഒരു വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാം. അപ്പോൾ ഭക്തിയുടെ മാർഗത്തിലൂടെ, ഭക്തി ഗാനത്തിൻ്റെ ട്യൂണിലൂടെ, അതിൻ്റെ ഉള്ളടക്കത്തിലൂടെ വളരെ വ്യക്തമായിട്ട് വിപ്ലവം പറയുന്ന ഒരു കവിതയായിട്ട് അല്ലെങ്കിൽ ഒരു പാട്ടായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് ഞാൻ പാടാൻ പോകുന്ന പാട്ടും നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ള പാട്ടാണ്. വരിക വരിക സഹജരെ സഹന സമര സമയമായി, കരളുറച്ച കൈകൾ കോർത്ത് കാൽ നടയ്ക്കു പോകനാം, ബ്രിട്ടനെ വിരട്ടുവിൻ ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി വിഷ്ടപത്തിലൊട്ടുമേ നിലച്ചിടാം. ഈ പാട്ട് ആക്ച്വലി ഒരു പടപ്പാട്ട് പോലെ, മാർച്ചിങ് പാസ്റ്റ് സോങ് പോലെയുള്ളൊരു പാട്ടാണ്. ഇത് 1930കളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അംശി നാരായണ പിള്ള എഴുതിയ പാട്ടാണ്. പക്ഷേ ഈ പാട്ട് എഴുതപ്പെടുന്നതിന് 6ഓളം വർഷം മുമ്പ് നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ ഇതേ ട്യൂണോടുകൂടെ ഇതിലുള്ള പല വാക്കുകളുമുള്ള പാട്ട് നമുക്ക് കാണാൻ പറ്റും. അതിങ്ങനെയാണ്. വരിക വരിക സഹജരെ പതിതരില്ല മനുജരിൽ, ഒരു പിതാവിൽ ഉത്ഭവിച്ച തനയരായ നമ്മളി, കരമണച്ചു കരളുറച്ചു പെരുവഴിക്കു പോകണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹജരെ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് വരിക. എന്തിനു വേണ്ടിയിട്ട്? മനുജരിൽ പതിതരില്ല, താഴ്ത്തപ്പെട്ടവരില്ല, എല്ലാവരും സമന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു പിതാവിൽ ഉത്ഭവിച്ചവരാണ് നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ കൃത്യമായിട്ടുള്ളൊരു ജെൻഡർ ബയാസ്നെസ് ഉണ്ട്, ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റി ഉണ്ട്. എങ്കിൽ പോലും ആ ഒരു കാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ നമ്മളത് കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു പിതാവിൽ ഉത്ഭവിച്ചവരാണ്
നമ്മൾ എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ നിങ്ങൾ ഒരുമിച്ച് വരിക, നമുക്ക് ഒരുമിച്ച് ഈ പതിതർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുന്ന ആ സാമൂഹിക വ്യവസ്ഥിതിക്കെതിരെ യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ വ്യക്തമായിട്ട് വിപ്ലവത്തിലൂന്നിയ പടപ്പാട്ടിൻ്റെ ആ ടോണിലുള്ള പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വരിക വരിക സഹചരെ 1930 എഴുതപ്പെടുന്നതെന്നും അതിനു മുൻപേ തന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്നു എന്നും പാടി പതിഞ്ഞതായിരുന്നു എന്നും ഉള്ളൊരു കാര്യം കൂടി ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള വിപ്ലവം, ഭക്തി എന്നീ രണ്ട് ആശയങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിനെ രണ്ടിനെയും ഒരു സാമൂഹിക പരിവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഗാനങ്ങളുടെ ഉള്ളടക്കത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതിലെ ജാതി വിരുദ്ധതയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്നത് തന്നെ ഈ തീണ്ടൽ പലകുകൾ വൈക്കം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ആ നടപ്പാതകളിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിലൂടെ ആ വഴികളിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന പല ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള തീണ്ടൽ പലകകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങൾക്ക് ചുറ്റുമുള്ള നടപ്പാതകളിൽ അവർണരായിട്ടുള്ള ജനതകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ അകറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിരുന്നവയായിരുന്നു ഈ ജാതി പലകകൾ അല്ലെങ്കിൽ തീണ്ടൽ പലകകൾ. അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു നോട്ടീസ് തന്നെയായിരുന്നു ഇത് സവർണർ മാത്രമല്ല ഇത് സ്ഥാപിച്ചിരുന്നത്, ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടെയാണ് ഈ തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരുന്നത്. ഈ തീണ്ടൽ പലകകളെ നിശ്ചിതമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള പാട്ടുകൾ നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാണാനായിട്ട് സാധിക്കും. അത് 4 വരി ഇങ്ങനെയാണ്: മരണത്തെക്കാളും ഭയമാകും തീണ്ടൽ പലക നിൽക്കുന്ന നില കണ്ടാൽ, അവയെല്ലാം നീക്കിയിട്ടവമാനം ഭൂമി ഒഴിവാക്കിയിടേണം ശിവശംഭോ. അവിടെയും ശിവനോട് തന്നെയാണ്, വൈക്കത്തപ്പനോട് തന്നെയാണ് ഈ സത്യാഗ്രഹികൾ പാടുന്നത്. ദേവൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് അവതരിപ്പിക്കുന്നത് മരണത്തെക്കാളും ഭയമാകുന്ന, മരണത്തെക്കാളും നമ്മൾ പേടിക്കേണ്ടതാണ് ഈ തീണ്ടലിനെ. ആ തീണ്ടലിനെ പ്രഖ്യാപിക്കുന്നതാണ് ഈ തീണ്ടൽ പലകകളെന്നും അവ ഈ ഭൂമിക്ക് അപമാനമാണെന്നും ഈ അപമാനത്തെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. തീണ്ടൽ പലകകൾ സ്ഥാപിച്ചിരുന്നത് പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോട് കൂടെയായിരുന്നു. അതോടൊപ്പം തന്നെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് സത്യാഗ്രഹികൾക്കെതിരായിട്ട് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ സത്യാഗ്രഹ വിരുദ്ധരും വാദിച്ചിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് പ്രവേശനം വേണമെന്ന് വാദിക്കുന്ന ആ പാത, ആ റോഡ് ക്ഷേത്രത്തിൻ്റെ വകയായിട്ടുള്ള റോഡാണ്, അല്ലാതെ പൊതുവഴിയല്ല എന്നുള്ള ഒരു കാര്യം ഈ രണ്ടുപേരും, ഗവൺമെൻറ്റും പറയുന്നുണ്ട്, സവർണവാദികളും പറയുന്നുണ്ട്. അതങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പാതകൾ പലപ്പോഴും വൃത്തിയാക്കിയിരുന്നത് തിരുവിതാംകൂർ ഗവൺമെൻറ്റിലെ മരാമത്ത് ജോലിക്കാരാണ്. അതോടൊപ്പം തന്നെ ഇവിടെ യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്, രാത്രി ദീപങ്ങൾ തെളിച്ചിരുന്നത്, ഇതെല്ലാം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തിരുന്നത്. ഇത് മാത്രമല്ല, ഈ പാതകൾക്ക് ഇരുവശമുള്ള വൃക്ഷങ്ങളിൽ PWD എന്ന് എഴുതിയും കൂടി വെച്ചിരുന്നു. അപ്പോൾ ഇതിനെ കളിയാക്കിക്കൊണ്ട് സത്യാഗ്രഹ ഗാനം വരുന്നുണ്ട്. അതിങ്ങനെയാണ്: തടിയിലുള്ള PWD ലിപികൾ മാച്ചു കളകിലും, നെടിയ ഭിത്തി പണി കഴിച്ചു വഴിയടച്ചു കളകിലും, മനമിടിഞ്ഞു പിന്നിലോട്ടടികൾ മാറിടാതെ നാം നിലവ് ചെയ്ത നിലയിലേക്ക് ത്വരിതമങ്ങു കേറണം. അതായത് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, PWD എന്ന് എഴുതി വച്ചിരുന്ന ആ വാക്കുകൾ ഗവൺമെൻറ് ഒരു സുപ്രഭാതത്തിൽ മാച്ച് കളയുന്നുണ്ട്. കാരണം ഇത് ഞങ്ങളുടെ അല്ല, ഗവൺമെൻറ് ഇതിനകത്ത് പങ്കില്ല, ഗവൺമെൻറ്റിൻ്റെ പൊതുസ്വത്തല്ല ഇതെന്ന് കാണിക്കാൻ വേണ്ടി, ക്ഷേത്രത്തിൻ്റെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ നിങ്ങളുടെ ആർഗ്യുമെൻ്റ് തെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം മാച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടാണ് PWD എന്ന് എഴുതി വച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾ മാച്ച് കളഞ്ഞാൽ പോലും, നിങ്ങൾ വലിയ ഭിത്തികൾ പണിത്, നിങ്ങൾ വലിയ മതിലുകൾ പണിത് ഞങ്ങളെ സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നിന്ന് തടയുകയാണെങ്കിൽ പോലും നമ്മൾ നേരെ തന്നെ നിൽക്കും, നമ്മൾ ത്വരിതമങ്ങ് കയറും, വേഗത്തിൽ തന്നെ നമ്മൾ പാഞ്ഞു കയറും എന്ന് പറയുന്ന വാക്കുകളും വളരെ ശക്തമായിട്ട് തന്നെ ഉന്നയിക്കുന്ന വാക്കുകളും നമുക്ക് ഈ സത്യാഗ്രഹ ഗാനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, സത്യാഗ്രഹ ഗാനങ്ങളിലെ ഒരു ശകലം പറയുന്നത്, നിങ്ങൾ മുഹമ്മദീയരെ നടക്കാൻ അനുവദിക്കുന്നു, ക്രിസ്ത്യാനികളെ നടക്കാൻ അനുവദിക്കുന്നു, അഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ നടക്കാൻ അനുവദിക്കുന്നു, ഹിന്ദുക്കളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾ നടക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ
ക്രിസ്ത്യാനികളാകാൻ സാധ്യതയുണ്ട് മര്യാദക്ക് നടക്കാൻ അനുവദിച്ചില്ലെങ്കിൽ എന്നുള്ളൊരു ഭീഷണി പോലും ഈ പാട്ടുകളിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ അതിൻ്റെ ഒരു ശകലമാണ്. പടിയാറങ്ങോട്ടു കടന്നു പോകേണ്ട, കൊടിയ കർമ്മമാർന്നുഴലേണ്ട, ഒരു തുള്ളി വെള്ളം തളിച്ചു സാരൂപ്യം മിശിഹ നൽകുമേ ശിവശംഭോ. രണ്ട് ദൈവങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശിവനോടാണ്, ദേവനോടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മിശിഹ ചിലപ്പോൾ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ തലയിൽ ഇട്ടാൽ ഞങ്ങൾക്ക് വഴി നടക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ചിലപ്പോൾ നൽകിയേക്കും എന്നുള്ള വളരെ വിപ്ലവാത്മകരമായിട്ടുള്ള ചില വാചകങ്ങളും നമുക്ക് വളരെ വ്യക്തമായിട്ട് പാട്ടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിവുള്ള പോലെ തന്നെ 1924 എന്ന് പറയുന്നത് ഇന്ത്യയിലുടനീളം ദേശീയത വളരെ ശക്തമായിട്ട് നടന്നിരുന്ന ഒരു കാലഘട്ടമാണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റും അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ പ്രസ്ഥാന നേതാക്കൾ വളരെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ 1920കളിൽ അലയടിച്ച ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തെ നമുക്ക് ഒരിക്കലും ജാതീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെയാണ് കാണേണ്ടത്. പക്ഷേ അത് മാത്രമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെയാണല്ലോ സത്യാഗ്രഹം എന്ന് നമ്മൾ പറയേണ്ടത്. സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് ഇന്ത്യയിൽ ഉടനീളം ഉപയോഗിച്ചിരുന്നു. അത് തന്നെയാണ് വൈക്കത്തും പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളിലും ദേശീയത അലയടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി സഹിഷ്ണുതയിൽ അധിഷ്ഠിതമായിട്ടുള്ള സഹന സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഗാന്ധിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില വാചകങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഒന്ന് രണ്ട് ശകലങ്ങൾ ഞാനിപ്പോൾ പറയാം. ശിവ ശിവ ജാതി കശപീശ മൂലം ഭരതമേദിനിയുഴലുമ്പോൾ ഭുവനനായകനുണർന്നു ഗാന്ധിയായി അവതരിച്ചല്ലോ ഭഗവാനേ. യമനെ പോലുമാ സഹന ശക്തിയാൽ ഭയമില്ലാതുള്ള മുനിശിഷ്യർ നിയമമായി വന്നു ഭജനം ചെയ്യുന്നേൻ തിരുവൈക്കം വാഴും ശിവശംഭോ. എന്ന് പറഞ്ഞാൽ ജാതിക്കശപിശ മൂലം നമ്മുടെ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ രാജ്യം ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഒരു നായകനായിട്ട് ഉണർന്ന ആളാണ് ഗാന്ധി എന്നും അദ്ദേഹം അങ്ങനെയാണ് അവതരിച്ചതും എന്നുള്ള ഒരു വാക്കുകൾ. അത് പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ, ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള വാക്കുകൾ വരുമെങ്കിൽ പോലും മഹാത്മാഗാന്ധിയുടെ പല പ്രവർത്തനങ്ങളും വൈക്കം സത്യാഗ്രഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജാതീയതയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയാണോ ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അദ്ദേഹവും ഇണ്ടന്തുരുത്തി നമ്പയാതിരിയും കൂട്ടരും തമ്മിലുള്ള പല ചർച്ചയിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം അതാണ്. അദ്ദേഹം ഒരിക്കലും തന്നെ ഈ സനാതന ധർമ്മത്തെ തള്ളിക്കളയുന്നില്ല, ജാതിയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. ജാതീയതയെ പറയുന്നുണ്ടെങ്കിലും ജാതിയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള വാദമുഖങ്ങൾ നമ്പ്യാതിരിക്കെതിരെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം മുമ്പോട്ട് വെച്ച ഹിന്ദു എന്ന് പറയുന്ന ഒരാശയം, അതിൻ്റെ പൊള്ളത്തരങ്ങൾ പലപ്പോഴും നമുക്ക് ആ സത്യാഗ്രഹത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പോലും ആളുകളുടെ മനസ്സിൽ ഗാന്ധി എന്ന് പറയുന്നത് വലിയ ഒരു അവതാര പുരുഷനായിട്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും വന്നിരുന്നത്. പക്ഷേ ഇതിനെതിരെ നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ക്രിറ്റിസിസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല ദേശീയ കേരളത്തിലെ തന്നെ നേതാക്കളും ഗാന്ധിക്ക് ഡയറക്റ്റായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് പലപ്പോഴും വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഗാന്ധിക്കെതിരെയുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തന്നെ പറയുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഗാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ദേശീയതയുടെ ഒരു പ്രചരണം ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ജയ ജയേതി ഗാന്ധി കി ജയ്, വിളികളുലകം നിറയട്ടെ, സഹന സമര വിജയലാഭം അഖില സുഗതമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ ഭയങ്കരമായിട്ട് വാലറൈസ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഗാന്ധിയെ ഇത്തരത്തിൽ പുകഴ്ത്തി പാടുന്ന ശകലങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു പുതുവായനയ്ക്ക് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഗാന്ധി അടക്കം ഉള്ള ഈ ദേശീയ പ്രസ്ഥാനത്തെ വൈക്കം സത്യാഗ്രഹം മുമ്പോട്ട് വയ്ക്കുന്ന ജാതി വിരുദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ജനത ഉപയോഗിക്കുകയായിരുന്നു.
തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തെ പ്രഷറൈസ് ചെയ്യാനായിട്ട്, ആ ഒരു രാജാവിനെയോ അല്ലെങ്കിൽ റാണിയെയോ സമ്മർദ്ദത്തിന് അടിമപ്പെടുത്താനായിട്ട് ഗാന്ധിയുടെ വരവിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ത്യ മൊത്തം അലയടിക്കുന്ന ദേശീയ പ്രസ്ഥാനത്തെ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ഈ ഒരു സത്യാഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്വാൻറ്റേജ് ഗാന്ധിയെ ഇങ്ങനെ പുകഴ്ത്തി പാടുന്നതിലൂടെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു കാര്യങ്ങളെ ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിൽ ഒരുമിച്ച് ചേർക്കുന്നതിലൂടെ സാധിക്കുമെന്നുള്ള ഒരു ബോധ്യം ഇതിൽ പങ്കെടുത്തിരുന്ന ജനതയ്ക്കുണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് ഇതിൽ നിന്ന് വായിക്കാവുന്നതാണ്. എന്തായാലും ഈ പാട്ടുകൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നടപടികളാണ് കൗണ്ടർ സത്യാഗ്രഹികളുടെ അല്ലെങ്കിൽ സത്യാഗ്രഹത്തിനെതിരെ നിന്നിരുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് സവർണ മേധാവിത്വമാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും രണ്ട് കൂട്ടരും ഈ പാട്ടുകളെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും അതിനെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. സത്യാഗ്രഹികൾക്ക് പലപ്പോഴും പോലീസ് മർദ്ദനം ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സവർണ മേധാവികളും അവരുടെ ഗുണ്ടകളും ഈ പാട്ടുകൾ പാടിയിരുന്ന സത്യാഗ്രഹികളെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുന്നുണ്ട്. അവിടെ ഒരു കാസ്റ്റ് എലമെൻറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാട്ട് പാടുന്ന ആൾക്കാരെ മർദ്ദിച്ചിരുന്നത് പലപ്പോഴും നീ പുലയനല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അവിടെ വളരെ വ്യക്തമായിട്ടുള്ള ജാതീയതയുടെ അതിപ്രസരം, എത്രത്തോളം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു സൈക്കാണ് അല്ലെങ്കിൽ ഒരു മാനസിക ചിന്താഗതിയാണ് ആ ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു മനസ്സിലാക്കലുകൾ കൂടി ഈ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ഈ പാട്ടുകൾ പാടി അവർ വൈക്കത്തുടനീളം സഞ്ചരിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഘോഷയാത്രയുടെ ഭാഗമായിട്ട് ഈ ഭജനകളായിട്ടും പാട്ടുകളായിട്ടും ഈ പാട്ടുകൾ ആലപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ പോകുന്ന വഴിയിലെല്ലാം ഈ പാട്ടുകൾ പാടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ ചില ഗവൺമെൻറ് റെക്കോർഡുകളും കൂടി നമുക്ക് ഈ ഒരു റെഫറൻസ് തരുന്നുണ്ട്. അതായത് ഈ പാട്ടുകൾ പാടിക്കൊണ്ട് പോകുമ്പോൾ ഇത് കേൾക്കുന്ന റോഡരികിലുള്ള കടയുടമസ്ഥർ ഒബ്വിയസ്ലി ഈ സവർണ ജാതിയിൽപ്പെട്ടവരായിരിക്കും. അപ്പോൾ അവർ ഗവൺമെൻറ്റിന് പരാതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് പ്രകോപിപ്പിക്കുന്നുണ്ട്, ഈ പാട്ട് അക്രമമാണ്, ഞങ്ങൾക്കെതിരെ നിൽക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റെഫറൻസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ സവർണരെ അധിക്ഷേപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് പാടുന്നവർക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് പരാതി കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് സൈഡിലുള്ള വീടുകളിലുള്ള സവർണ ഗൃഹങ്ങളിലുള്ള ആളുകളും സവർണരും ഇത്തരത്തിലുള്ള പരാതികൾ ഗവൺമെൻറ്റിന് നൽകുന്നുണ്ട് എന്നുള്ള റെഫറൻസുകളും ചില ഗവൺമെൻറ് റെക്കോർഡുകളിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാട്ടുകൾ പലപ്പോഴും സത്യാഗ്രഹത്തെ ഊർജ്ജസ്വലമാക്കാനായിട്ട് സഹായിച്ചിരുന്നു. ഈ മർദ്ദനമേൽക്കുന്ന ഈ സത്യാഗ്രഹികൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ പാട്ടുകളാണ്. മുദ്രാവാക്യത്തിൻ്റെ പകരമായിട്ട് ഈ മുദ്രാവാക്യമായിട്ട് തന്നെ വിളിക്കുന്നത് ഈ സത്യാഗ്രഹ ഗാനങ്ങളാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പാട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പാട്ടുകൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു അടിത്തട്ട് വായന സാധ്യമാക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. വൈക്കം സത്യാഗ്രഹം പലപ്പോഴും നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് മേൽത്തട്ട് വായനയിലൂടെയാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. ദേശീയ നേതാക്കൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഒരു തരത്തിൽ സവർണരോ അല്ലെങ്കിൽ സവർണതയ്ക്ക് അതിൻ്റെ ഒപ്പം നിൽക്കുന്നവരോ ആയിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സവർണ ചിന്താഗതി ഇതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പൊതുവിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും പല നേതാക്കന്മാരും പറഞ്ഞിരുന്നത് ചൂഷിത ജാതി വിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കേണ്ടത് സവർണരുടെ കടമയാണ് എന്ന് പറഞ്ഞാൽ സവർണരുടെ കടമയാണിത്. അവർ കൊടുക്കുമ്പോഴാണ് അവരുടെ എല്ലാവരുടെ അവകാശം, ചൂഷിത ജാതികൾക്ക് അവകാശങ്ങൾ കിട്ടുന്നത് എന്നുള്ള ഒരു മേൽത്തട്ട് വായന അല്ലെങ്കിൽ മുകളിൽ നിന്നുള്ള വായന പലപ്പോഴും ഈ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. സവർണജാഥയടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സവർണജാഥയെക്കുറിച്ച് പറയുമ്പോഴും സവർണജാഥയ്ക്ക് പല സ്ഥലങ്ങളിലും സ്വീകരണം കൊടുക്കുന്നതിൽ ഈ അവർണരുടെ വലിയ പങ്കാളിത്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മേൽത്തട്ട് വായന വൈക്കം സത്യാഗ്രഹത്തെ അവതരിപ്പിച്ചത് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന അവർണർ അവരെ സഹനം മാത്രം അനുഭവിക്കുന്ന അല്ലെങ്കിൽ സഹനം മാത്രം വിധിച്ചിട്ടുള്ള ഇരകളായിട്ടാണ്.
അപ്പോൾ ഇത് ഈ ഒരു മേൽത്തട്ട് വായനയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് നമ്മളത് വായിക്കേണ്ടതുണ്ട്. അതായത് പ്രബല വ്യവഹാരങ്ങൾക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനതയായിട്ട് ഈ അവർണരെ ഈ ഒരു മേൽത്തട്ട് വായന ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കുന്നവരല്ല അവർണരെന്നും വളരെ വ്യക്തമായിട്ടുള്ള ആശയപ്രത്യയ ശാസ്ത്രങ്ങൾ മുന്നിലേക്ക് വയ്ക്കുകയും വളരെ വ്യക്തമായിട്ടുള്ള അജണ്ടകൾ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിൽ പങ്കെടുത്തിരുന്ന അവർണജാതിയിലുള്ളവരെന്നും ഉള്ള ഒരു വായന ഈ പാട്ടുകൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് ശകലങ്ങൾ ഞാൻ പറയാം. അത് ഇങ്ങനെയാണ്: വൈക്കത്ത് റോഡിൽ നടപ്പാൻ, വർണ്ണഹിന്ദുക്കളെ ശുദ്ധിയാക്കാൻ, കുന്നും കുശുമ്പും ശമിപ്പാൻ, ശാന്തിയെന്നും മനസ്സിനുദിപ്പാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാകും. അതായത് അവർണർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനേക്കാളും സവർണരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെടേണ്ടത് ആരല്ല? അവർണരല്ല. അപ്പോൾ അവർണർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിനേക്കാളും സവർണരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത്, അല്ലെങ്കിൽ വൈക്കത്ത് സമരം നടക്കുന്നത് എന്നുള്ള അടിത്തട്ട് വായന പോസിബിളാക്കുന്ന പാട്ടുകളാണ് വൈക്കം സത്യാഗ്രഹ ഗാനങ്ങൾ. അതായത് ശുദ്ധീകരിക്കപ്പെടേണ്ടത് സവർണരുടെ മനസ്സാണ്. കുന്നും കുശുമ്പും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ജാതീയത മനസ്സിൽ വെച്ചുകൊണ്ട് അത് പുറത്ത് പ്രകടിപ്പിക്കുന്നത്, തീണ്ടലും തൊടിയിലും അത് പ്രാക്ടീസ് ചെയ്യുന്നത് സവർണരാണെന്നും ഈ സവർണരുടെ ഇത്തരത്തിലുള്ള കുന്നും കുശുമ്പും മാറ്റിക്കൊണ്ട് അവരെ ശുദ്ധീകരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യാഗ്രഹം നടക്കുന്നത് എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ പാട്ടുകൾ. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു 4 വരി പാട്ടുകൾ എങ്ങനെയാണ്: കുറവ പറയ പുലയരാതി പ്രജകൾ മനുജരല്ലയോ, കുറവവർക്ക് പറവതെന്ത് കുടില ബുദ്ധിയല്ലയോ, വയൽ കിളച്ചു കളപറിച്ചു വിളവെടുത്തു വൃത്തിയാൽ, തടികറുത്ത മാനുജരെല്ലാം പതിതരാണു പോൽ. ഈ ഒരു അടിത്തട്ട് വായന എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകൾ പലപ്പോഴും ഒപ്പം നിന്നിരുന്നത് അവർണ വിഭാഗത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വായന പോസിബിളാണ്. ഈ പാട്ടുകൾ പലതും ഉണ്ടാക്കിയിരിക്കുന്നത് അവർണ മനുഷ്യർ തന്നെയാണ്, അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട അല്ലെങ്കിൽ ചൂഷിത വിഭാഗത്തിലുള്ള ജനങ്ങൾ തന്നെയാണ് ഈ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് കുറവരും പറയരും പുലയരും അടങ്ങുന്ന ജനവിഭാഗം അവർ മനുഷ്യരല്ലേ എന്നാണ് ഈ പാട്ടുകൾ ചോദിക്കുന്നത്. അവർക്കുള്ള കുറവെന്താണ്? അവർക്കുള്ള ഒരേ ഒരു കുറവ് അവർക്ക് കുടില ബുദ്ധി ഇല്ല എന്നുള്ളതെന്നാണ് ഈ പാട്ട് പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ സവർണജാതിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഒരുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തിന്നുന്നത് ഞങ്ങളുടെ അധ്വാനമാണെന്നും ഞങ്ങളുടെ വിയർപ്പിൻ്റെ ഫലമാണെന്നും വളരെ വ്യക്തമായിട്ട് ഈ പാട്ടുകൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന, നിങ്ങളെ തീറ്റിക്കുന്ന കറുത്ത ശരീരമുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് പതിതരായത് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളിലൂടെ ഈ വിഭാഗങ്ങൾ, ഈ ചൂഷിത ജനവിഭാഗങ്ങൾ ചോദിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളെ ഞാൻ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് അത് പൊതുവേ വൈക്കം സത്യാഗ്രഹത്തെ അവതരിപ്പിക്കപ്പെടുന്നത് മേൽത്തട്ടിലൂടെയുള്ള വായനയായിട്ടാണ്. പക്ഷേ വളരെ വ്യക്തമായിട്ടുള്ള അടിത്തട്ട് വായനയ്ക്ക് പ്രസക്തി നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സായിട്ട് നമുക്ക് ഈ വൈക്കം സത്യാഗ്രഹ ഗാനങ്ങളെ ഉപയോഗിക്കാവുന്നതാണ്.